ഇലക്ഷന് ആദ്യം പ്രാധാന്യമുള്ള ഒരു ഇലക്ഷനാണല്ലോ. 10 വർഷത്തെ പിണറായിയുടെ ദുർഭരണങ്ങൾ നമ്മൾ സഹിച്ചു മടുത്ത്. ഇതിൽ കോൺഗ്രസ് തിരിച്ചു വരേണ്ടതിന്റെ പ്രാധാന്യം നിങ്ങൾ എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഈ കഴിഞ്ഞ 10 വർഷം നമ്മൾ പരിശോധിക്കുമ്പോഴത്തേക്ക് ഏത് മേഖലയിലും ഈ സംസ്ഥാന സർക്കാരിന്റെ ഭരണ നേട്ടം എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ഭരണ നേട്ടം സാധാരണക്കാരൻ്റെ ഒരു മനുഷ്യൻ ചൂണ്ടിക്കാണിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? അതായത് ഈ പിണറായി സർക്കാർ എവിടെ നിന്ന് തുടങ്ങിയോ ഈ 10 കൊല്ലം കഴിയുമ്പോഴും അവിടെ തന്നെ നിൽക്കുന്ന ഒരു മാറ്റമാണ്. പിന്നെ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞാൽ 1,57,000 കോടി ഉണ്ടായിരുന്ന പൊതുകടത്തെ 6 ലക്ഷം കോടിയിലേക്ക് എത്തിച്ചു എന്നത് മാത്രമാണ് ആരോഗ്യ മേഖല എടുത്ത് നോക്കൂ. ആരോഗ്യ മേഖലയിൽ ചികിത്സാ പിഴവുകളുള്ളത് തൊഴുക്കാണ്. ഏത് ദിവസം നമ്മൾ മാധ്യമങ്ങളെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് മുഴുവൻ ആരോഗ്യ മേഖലയുടെ ചികിത്സാ ബാധ്യതകളാണുള്ളത്. വിദ്യാഭ്യാസ മേഖല, മുഖ്യമന്ത്രിമാർക്ക് വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത വിദ്യാഭ്യാസ മേഖല മെച്ചപ്പെട്ടു എന്നാണ് പറയുന്നത്. അതായത് ശരാശരി നമ്മൾ പ്രതിവർഷ കണക്കെടുത്ത് പരിശോധിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് വിദേശത്തേക്ക് പഠനത്തിനായി പോകുന്ന ഒരു കൂട്ട പലായനം തന്നെയാണെന്നുണ്ട്. അത് അഡ്രസ് ചെയ്യുന്നത് വരെ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല. ഇപ്പോഴും അത് തന്നെ നമ്മുടെ ഇപ്പോഴും വിദ്യാഭ്യാസ മേഖലയിൽ കോളേജുകൾ കാലിയായിട്ട് സീറ്റുകളൊന്നും ഗവൺമെൻറ് കോളേജിൻ്റെ ഇതെടുക്കാൻ ഗവൺമെൻറ് കോളേജുകളായിരുന്നാൽ തന്നെ ഇവിടുത്തെ സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജ് ബാക്കിയുള്ളിടത്തെല്ലാം സീറ്റുകൾ വെറുതെ കിടക്കുകയാണ്. അതായത് ഇവിടെ വിദ്യാഭ്യാസം ചെയ്യാൻ കുട്ടികൾക്ക് താല്പര്യമില്ല. അവർക്ക് കേരളത്തിന് പുറത്ത് വിദേശത്ത് പോകണം എന്നതല്ല, കേരളത്തിന് പുറത്ത് പോയാൽ പോലും രക്ഷപ്പെടാം എന്നുള്ള നിലയിലോട്ട് എത്തിയിട്ടുണ്ട്. ഇപ്പം ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മളുടെ വിദ്യാഭ്യാസം നമ്മളുടെ ഇപ്പം കേരളത്തിൻ്റെ എന്ന് പറയുന്നത് കോൺഗ്രസ് വരേണ്ടത് സാധാരണക്കാരൻ്റെ ആവശ്യമാണ്. കോൺഗ്രസിന്റെ ആവശ്യമില്ല, സാധാരണക്കാരൻ്റെ ആവശ്യമാണ് ഈ തിരിച്ച് കോൺഗ്രസ് അധികാരത്തിൽ വരിക എന്നുള്ളത്. അതെ, മറ്റൊരു കാര്യം കൂടെ പരിശോധിക്കാം. വിദ്യാഭ്യാസ മേഖലയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തൊഴിലില്ലായ്മയാണ്. അതായത് ഈ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് തൊഴിൽ അവിടെ കൊടുക്കുന്നുണ്ട്. ഇവർ ഈ പറയുന്ന പിൻവാതിൽ നിയമനങ്ങളും കുറച്ച് CPM അനുഭാവികളും അവരുടെ ബന്ധുക്കൾക്കും മാത്രമാണ് തൊഴിൽ കിട്ടുന്നത്. അടിസ്ഥാനപരമായിട്ട് ശമ്പളം താരതമ്യേന കുറവാണ്. എന്നാൽ ജീവിത ചെലവ് വളരെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതായത് അടിസ്ഥാന വർഗത്തിന് 20,000 രൂപ ഒരു മാസം കിട്ടിക്കഴിഞ്ഞാൽ അവൻ എങ്ങനെ ജീവിക്കും എന്നതിനെ കുറിച്ചുള്ള വിഷയം സംസ്ഥാന സർക്കാർ അഡ്രസ് ചെയ്യുന്നില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് വെച്ചാൽ ഇന്ധന വിലയുടെ വർധനവ്. അതിന് ആനുപാതികമായിട്ട് എല്ലാ സാധനങ്ങൾക്കും വില വർദ്ധിക്കുന്നുണ്ട്. അവശ്യ സാധനങ്ങളുടെ വില വർധനവ്. ഈ അവശ്യ സാധനങ്ങളൊന്നും ഈ വില വർധന അവർ വേറൊരു കാര്യം വളരെ കെയർഫുൾ ആയിട്ട് ചെയ്തിട്ടുള്ളൊരു സാധനമുണ്ട്. അവർക്ക് അവരുടെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് അവർ ജയിലിൽ കിടക്കുന്നവർക്ക് ശമ്പളം കൂടി കൊടുക്കും. അത് വേറൊരു സാധനമാണ്. ജയിലിലായിട്ട് കൂടുതൽ കിടക്കുന്നത് അവരുടെ അനുഭാവികളായതുകൊണ്ടാണ് ഈ ഒരു സാധനം ചെയ്തിട്ടുണ്ട്. അവർക്ക് പക്ഷേ ആശാവർക്കർമാരുടെ ഇത് പ്രശ്നമല്ല, നേഴ്സുമാരുടെ പ്രശ്നമല്ല, അവർക്കൊന്നും സാലറി വർധനവിന്റെ ആവശ്യമില്ല. പക്ഷേ ജയിലിൽ കിടക്കുന്ന തടവുകാർക്ക് അവർക്ക് സാലറി സർക്കാരാണെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്.